എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമുക്ക് ഒരു സ്പ്രൈറ്റ് റാൻഡം ആയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു പ്രോഗ്രാമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്പ്രൈറ്റ് ആയിട്ട് ഞാനൊരു ആപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ വൈയിലെ ഏറ്റവും മുകളിലത്തെ വാല്യൂ എന്ന് പറയുന്നത് 180 ആണ്. ഇതിൽ പല പൊസിഷനിൽ നിന്നായിട്ട് ഈ ആപ്പിൾ താഴേക്ക് വീഴുന്ന രീതിയിലാണ് പ്രോഗ്രാം സെറ്റ് ചെയ്യേണ്ടത്. താഴെ വീഴുന്ന സമയത്ത് ഇത് ഹൈഡായി പോവുകയും തുടർന്ന് വീണ്ടും വേറൊരു പൊസിഷനിൽ നിന്ന് വരുന്ന രീതിയിലേക്ക് നമുക്കിതൊന്ന് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് പ്രോഗ്രാം ചെയ്യാം. എന്നാൽ ആദ്യം വെൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ആക്റ്റീവ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. അതിനുവേണ്ടി ലുക്കിൽ പോയിട്ട് ഷോ എന്ന കോഡ് യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ വൈ പൊസിഷൻ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇതിനായി മോഷനകത്ത് പോയി സെറ്റ് y2 എന്ന കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നു. സെറ്റ് y2 എന്നത് 0 എന്ന് മാറ്റി നമ്മൾ 180 എന്ന് കൊടുക്കുക. ഇവിടെ മുകളിൽ ഈ പറയുന്ന ഏത് പൊസിഷനിലും വെച്ച് കഴിഞ്ഞാലും മുകളിൽ ഈ ഒരു റോയിൽ എവിടെ വെച്ച് കഴിഞ്ഞാലും y വാല്യൂ 180 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റ് y2 180 എന്നത് നൽകി. ഈ ആപ്പിൾ താഴേക്ക് മൂവ് ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചേഞ്ച് y/10 എന്ന കോഡ് യൂസ് ചെയ്ത് ഇതിലെ 10 എന്നത് -10 ആക്കണം. ചേഞ്ച് y/10 എന്ന് കൊടുത്താൽ ഈ ആപ്പിൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് മുകളിലേക്കായിരിക്കും മൂവ് ചെയ്യുക. നമുക്ക് താഴേക്ക് പോയിരുന്നതിന് വേണ്ടിയിട്ടാണ് ചേഞ്ച് y/10 എന്നത് മാറ്റി -10 ആക്കിയത്. ഇത് തുടർച്ചയായിട്ട് താഴേക്ക് മൂവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ കൺട്രോളിലെ ഫോർഎവർ എന്ന കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇനി ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൾ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ താഴേക്ക് വന്ന് ഇവിടെ എത്തി. ഇനി നമുക്കിതൊരു റാൻഡം പൊസിഷനിൽ നിന്ന് വരുന്ന രീതിയിലേക്ക് ആക്കണം. അതുപോലെ തന്നെ താഴെ വന്നു കഴിഞ്ഞാൽ ഇത് ഹൈഡ് ആവണം. ഈ ആപ്പിൾ താഴേക്ക് വരുന്തോറും ഇതിൻ്റെ y വാല്യൂ കുറഞ്ഞു വരുന്നുണ്ട്. ഈ y വാല്യൂ കുറഞ്ഞ് -170 ഒക്കെ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും ഈ ആപ്പിൾ ഹൈഡായിട്ട് പഴയ മുകളിലത്തെ 180 എന്ന പൊസിഷനിലേക്ക് എത്തണം. അതും റാൻഡം ആയിട്ട് എത്തണം. അതിനുവേണ്ടി ഒരു ഓപ്പറേറ്റർ എടുത്ത് ലെസ് ദാൻ കോഡ് ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. y പൊസിഷൻ്റെ വാല്യൂ ആണ് -170 ആകേണ്ടത്. അപ്പോൾ നമ്മളിവിടെ മോഷനിൽ പോയിട്ട് y പൊസിഷൻ എന്ന കോഡ് നമ്മളിവിടെ സെല്ലിലെ ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. അടുത്ത സെല്ലിനകത്ത് നമ്മൾ -170 എന്നും കൊടുക്കുന്നു. ഇനി കൺട്രോളിലെ ഇഫ് കണ്ടീഷൻ എടുക്കുന്നു. ഈ കോഡിനെ നമ്മൾ അതിനകത്തേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. ഇഫ് y പൊസിഷൻ ലെസ് ദാൻ -170 അങ്ങനെ ആവുകയാണെങ്കിൽ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ ഈ പറയുന്ന ആപ്പിൾ വീണ്ടും മുകളിലേക്ക് ഈ സെറ്റ് y2 180 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തണം. അതും റാൻഡമായി എത്തണം. അതിനുവേണ്ടി നമ്മൾ മോഷനിൽ പോയിരുന്നു. ഗോ ടു മൗസ് പോയിന്റർ എന്നത് എടുത്ത് ഇതിലെ മൗസ് പോയിന്റർ മാറ്റി റാൻഡം പൊസിഷൻ എടുക്കുന്നു. അപ്പോൾ റാൻഡം പൊസിഷൻ ആയിരിക്കണം. അതുപോലെ ഇനി എവിടേക്ക് പോകണം? സെറ്റ് y2 180യിലേക്ക് പോകണം. അപ്പോൾ സെറ്റ് y2 0 എന്ന കോഡ് എടുത്ത് നീക്കി വയ്ക്കുന്നു. ആ 0 മാറ്റിയിട്ട് നമ്മൾ 180 എന്ന് ആക്കുക. ഇനി ഈ കോഡിനെ നമ്മൾ ഇതിനകത്തേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇഫ് y പൊസിഷൻ ലെസ് ദാൻ -170 ദെൻ ഗോ ടു റാൻഡം പൊസിഷൻ സെറ്റ് y2 180. സെറ്റ് y2 180 എന്ന് കൊടുത്തത് മുകളിലേക്ക് ആപ്പിൾ എത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കി നോക്കാം. സ്റ്റോപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിക്കാം. ഓക്കെ, ഇപ്പോൾ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്പിൾ റാൻഡം ആയിട്ട് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഈ ആപ്പിൾ ഗെയിമിൻ്റെ രണ്ടാമത്തെ പാർട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആപ്പിൾ താഴേക്ക് വീഴുമ്പോൾ നമുക്കൊരു കൊട്ട വെച്ച് അത് ക്യാച്ച് ചെയ്യണം. അതിനുവേണ്ടി നമ്മളൊരു പുതിയ സ്പ്രൈറ്റ് ആഡ് ചെയ്യുന്നു. ന്യൂ സ്പ്രൈറ്റ് എടുക്കുന്നു. ഇതിൽ നിന്ന് ബൗൾ എന്ന സ്പ്രൈറ്റ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുന്നു. ഈ ബൗൾ നമ്മൾ താഴെയാണ് വെക്കുന്നത്. ഇതിനെ നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യുന്ന കോഡാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവൻറ്റ്സിൽ പോയി വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് കൺട്രോളിൽ പോയിട്ട് നമ്മൾ രണ്ട് ഇഫ് കണ്ടീഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യാനുള്ളത്. അതിനകത്ത് സെൻസിങ് എടുത്ത് കീ സ്പേസ് പ്രസ്ഡ് എന്ന കോഡ് ഇതിലേക്ക് വെക്കുന്നു. ഇവിടെ കീ സ്പേസ് എന്നത് മാറ്റി ഞാനിവിടെ ഫസ്റ്റ് റൈറ്റ് ആരോ എന്ന് കൊടുക്കുന്നു. വലത്തോട്ട് പോകുന്നതോറും എക്സ് വാല്യൂ കൂടി വരണം. അപ്പോൾ ഞാൻ മോഷനിൽ പോയി ചേഞ്ച് x/10 എന്ന കോഡ് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ റൈറ്റ് ആരോ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലെഫ്റ്റ് ആരോ സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഈ കോഡിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഇവിടെ റൈറ്റ് എന്നത് മാറ്റി നമ്മൾ ലെഫ്റ്റ് എന്നാക്കുന്നു. ചേഞ്ച് y/10 എന്നത് മാറ്റി -10 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇത് തുടർച്ചയായിട്ട് നടക്കേണ്ട പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മളൊരു കൺട്രോളിനകത്ത് ഫോർഎവർ കോഡ് ഇതിനകത്ത് ചേർത്ത് വെക്കുന്നു. തുടർന്ന് ഈ ബ്ലോക്ക് പൂർണ്ണമായിട്ടും വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്ന കോഡിനോട് ചേർത്ത് വെക്കുന്നു. ഓക്കെ, നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കി നോക്കാം. ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൾ താഴേക്ക് വീഴുന്നുണ്ട്. ബൗള് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നമുക്കിങ്ങനെ മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് ഇതിലൊരു കണ്ടീഷൻ കൊടുക്കുകയാണ് വേണ്ടത്. എന്തായിരിക്കണം കണ്ടീഷൻ? ആപ്പിൾ താഴേക്ക് വീഴുമ്പോൾ ബൗളിൽ ടച്ച് ചെയ്യുമ്പോൾ ഹൈഡ് ആവണം അല്ലേ? അപ്പോൾ നമ്മൾ ആപ്പിൾ എടുക്കുന്നു. ഒരു ഇഫ് കണ്ടീഷൻ എഴുതാം. ഇഫ്
കണ്ടീഷൻ എടുക്കുന്നു. അതിനുശേഷം സെൻസിങ്ങിനകത്ത് പോയിട്ട് ടച്ചിങ് മൗസ് പോയിന്റർ എന്ന് എടുക്കുന്നു. ആ ടച്ചിങ് മൗസ് പോയിന്റർ എന്ന് മാറ്റിയിട്ട് നമ്മളത് ബൗളിൽ നിന്നാക്കുക. ഇഫ് ടച്ചിങ് ബൗളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണം, നമുക്ക് ഈ ആപ്പിൾ വീണ്ടും മുകളിലെ y ആക്സിസിലുള്ള ഒരു y180 റാൻഡം പൊസിഷനിലേക്ക് എത്തണം. അഥവാ നമ്മളിവിടെ നേരത്തെ എഴുതിയ ഈ ഒരു കോഡ് തന്നെയാണ്, ഗോ ടു റാൻഡം പൊസിഷൻ സെറ്റ് y180. നമ്മൾ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു, ഈ താഴെയുള്ള ഇഫ് കണ്ടീഷനകത്തേക്ക് വെക്കുന്നു. തുടർന്ന് നമ്മുടെ ഈ ആപ്പിൾ ബ്ലോക്കിനകത്തേക്ക് തന്നെ ഈ രണ്ടാമത്തെ കണ്ടീഷനും ചേർത്ത് വയ്ക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ ആപ്പിളിനകത്ത് രണ്ട് കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്. താഴെയുള്ള -170 എന്ന പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് വീണ്ടും മുകളിലേക്ക് റാൻഡമായിട്ട് പോകണം. അതല്ലെങ്കിൽ ബൗളിൽ ക്യാച്ച് ചെയ്താലും ഇത് മുകളിലേക്ക് റാൻഡമായിട്ട് പോകണം. ഈ രീതിയിലാണ് നമ്മൾ കോഡ് എഴുതിയിട്ടുള്ളത്. നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കി നോക്കാം. ആപ്പിൾ താഴേക്ക് വീഴുമ്പോൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, റാൻഡമായിട്ട് ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചിലത് ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല, കാരണം ആപ്പിൾ അത്യാവശ്യം സ്പീഡിലാണ് വീഴുന്നത്. ആ സ്പീഡ് നമുക്ക് കുറയ്ക്കണമെങ്കിൽ ഈ ചേഞ്ച് y/-10 എന്നുള്ളത് ഒന്ന് -5 ആക്കിയാൽ ഒന്നുകൂടി സാവധാനം താഴേക്ക് ആപ്പിൾ വീണോളും. ബൗൾ കൊണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു സ്കോറും, ക്യാച്ച് ചെയ്യാതെ താഴേക്ക് പോവുകയാണെങ്കിൽ -1 സ്കോറും കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് ഗെയിമിനെ മാറ്റാം. അതുപോലെ തന്നെ നമുക്കൊരു ടൈമറും സെറ്റ് ചെയ്യാം. ഒരു പ്രത്യേക സമയം കൊടുത്ത് ആ സമയം വരെ ഈ ഗെയിം കളിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. അതല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് വിശദമായി ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു.